ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ SITയുടെ കസ്റ്റഡിയിൽ ലഭിച്ച മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ സ്വാധീനത്തെ തുടർന്നെന്ന് കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം ഈ രീതിയിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? ഈ സ്വർണ്ണപ്പാളിക്കപ്പുറം കൂടുതൽ തട്ടിപ്പുകൾ, മോഷണം അവിടെ നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തേണ്ടത്. എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുപോലെ തന്നെ ആ കേസിലെ 2-ാം പ്രതിയാണ് മുരാരി ബാബു. ഇത് രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക. ഒപ്പം ഈ കൃത്യം നടന്ന ശബരിമലയിൽ ഈ 2 പ്രതികളെയും ഒന്നിച്ച് ശബരിമല എത്തിച്ചതിന് ശേഷം അവിടെ വെച്ചും ചോദ്യം ചെയ്ത് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ അന്വേഷണ സംഘം പ്രധാനമായി ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 പേരെയും വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് എത്തിക്കാനാണ് സാധ്യത. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ കൊണ്ട് ഈ കൃത്യമായ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ എത്തിച്ചതിന് ശേഷം 4 ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും നവംബർ 16-ാം തീയതിയാണ് നട തുറക്കാനുള്ള സാധ്യത. അതുകൊണ്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ആ മണ്ഡലകാലത്തിന് മുമ്പായി ഈ 2 പേരെയും സന്നിധാനത്ത് എത്തിക്കണം. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണം. തെളിവുകൾ ശേഖരിക്കണം. എങ്ങനെയാണ് ഈ ഗൂഢാലോചന നടത്തിയത്, ഈ 2 പേരല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കണം. അതിനായി സന്നിധാനത്ത് 2 പേരെ എത്തിച്ചെങ്കിൽ മാത്രമേ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനിടയിൽ അവിടെയുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ സന്നിധാനത്ത് എത്തിക്കും. സന്നിധാനത്ത് എത്തിയ ശേഷം എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്, ഈ കവർച്ച നടത്തിയത്, ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഇവരല്ലാതെ തന്നെ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ചോദ്യം ചെയ്യണമെങ്കിൽ ഈ 2 പേരെയും സന്നിധാനത്ത് എത്തിക്കണം. അത് തീർത്ഥാടകരുള്ള സമയത്ത് എത്തിച്ചാൽ ഒരുപക്ഷെ പ്രകോപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ, അതായത് ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പോറ്റിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ ചെരുപ്പേർ ഉൾപ്പെടെ ഉണ്ടായതാണ്. ഇത് ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നിച്ച് തെളിവെടുപ്പിന് ശബരിമലയ്ക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രഹസ്യമായിട്ടായിരിക്കുമോ തെളിവെടുപ്പും മറ്റു നടപടികളും? ടോം ചോദിച്ചത് പ്രധാനമായ കാര്യമാണ്. കാരണം ഇതിന്റെ കേസിന്റെ തുടക്കം മുതൽ കോടതി വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് നടന്നത്. കോടതിയിൽ അടച്ചിട്ട മുറികളിലാണ് കേസിന്റെ വിചാരണയും അതുപോലെ നടപടിക്രമങ്ങളും നടത്തിയിട്ടുള്ളത്. മറ്റു കേസുകൾ മാറ്റിവെച്ചതിന് ശേഷമാണത് കൃത്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ള കേസായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെയാണത്. വലിയ വികാരമാണ് അത്. ഭക്തരെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ 2 പേരും ചെയ്തിട്ടുള്ളത്, ഈ പ്രതികളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വൈകാരികമായ പ്രതിഷേധം ഭക്തരുടെ ഇടയിൽ നിന്നുണ്ടാകാൻ സാധ്യത. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ചെരുപ്പേർ ഉണ്ടായ സാഹചര്യം. ഒപ്പം പോലീസിന്റെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തന്നെ കടന്നാക്രമണത്തിന് വരെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം റാന്നിയിലുണ്ടായി. സമാനമായ രീതിയിൽ ഒരു തീർത്ഥാടന കാലത്താണ് അവരെ അവിടെ എത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 16-ാം തീയതിക്ക് മുന്നേ തന്നെ 2 പേരെയും ഒന്നിച്ച് ശബരിമലയിൽ എത്തിക്കേണ്ടത്. ഈ 30-ാം തീയതി നാളെ കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരും. വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ അന്വേഷണം കോടതി കൊടുക്കും. അതിനുശേഷമായിരിക്കും ഈ 2 പേരെ ഒന്നിച്ച് ഈ സന്നിധാനത്ത് എത്തിച്ചതിന് ശേഷം ഈ തെളിവുകൾ ശേഖരിക്കുക. എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വലിയ അമർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ പ്രതികളെല്ലാം. അതുകൊണ്ട് സന്നിധാനത്ത് വളരെ ഗൗരവമുള്ള ഈ 2 പേരും കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ മോഷണമാണ്, ഈ സ്വർണ്ണ കവർച്ചയാണ് നടന്നിട്ടുള്ള കാര്യമാണ് ഇതിൽ ഗൗരവമുള്ള കാര്യം. ഇത് കൃത്യമായി ഇതിനകത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിലാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി SIT ചോദ്യം ചെയ്യുന്നത്. 2 പേരെയും ഉടൻ തന്നെ ശബരിമല എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കമുണ്ട്.